സംസ്ഥാന നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസ്സാക്കിയുണ്ടായി, ആരോഗ്യ ബില്ല്. അപ്പം ആ ആരോഗ്യ ബില്ലിനെ കുറിച്ച് കൂടുതൽ ആശങ്കകൾ ഉയരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ ഉണ്ട്. അതെല്ലാം ഇന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത ഹോമിയോ ഡോക്ടറായ ഡോക്ടർ യഹിയാണ്. ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സ്വാഗതം സർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള നിയമസഭയിൽ സർക്കാർ ആരോഗ്യ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. സർ, എങ്ങനെയാണ് ആ ബില്ലിനെ ആദ്യം ഒന്ന് നോക്കിക്കാണുന്നത്? പെരിഫറലായി കാണുക എന്ന രീതിയിൽ. പൊതുജനാരോഗ്യ ബില്ല് 2021 എന്നൊരു പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു ബില്ല് കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം നേരത്തെയുള്ള ഈ മലബാർ ഏരിയയൊക്കെ ഇപ്പോഴും മദ്രാസ് ആക്ടിനകത്താണ് കിടക്കുന്നത്. അപ്പം മധ്യദൂര ഈ സെൻട്രൽ ട്രാവൻകൂറും ഈ മദ്രാസ് കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ഒരു ബില്ലായിട്ട് വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ വന്നേ പറ്റൂ. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ളത് ഈ കേരളം പിറവി എടുത്ത അന്ന് മുതൽ ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിലും ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ആവശ്യമുള്ള സാധനമായിരുന്നു. അതിൽ മെരിറ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, പക്ഷേ അതിൽ പലപ്പോഴും പല കാര്യങ്ങളും നല്ലത് ഒരു വശത്ത് പറയുമ്പം അതൊരു 25% മാത്രമേ നല്ലതാകുന്നുള്ളൂ. ഒരു 75%-ഓളം നമ്മുടെ പൊതുജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന, പൊതുജനങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് വ്യവസ്ഥകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാൻ പറ്റുള്ളൂ. പലപ്പോഴും പല സംഘടനകളും ഹോമിയോപ്പതി വിഭാഗത്തിലെയോ അല്ലെങ്കിൽ ആയുർവേദ വിഭാഗത്തിലെയൊക്കെ സംഘടനകൾ ഈ ബില്ല് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അവരതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സർ, എന്തൊക്കെ സാർ പറഞ്ഞല്ലോ, പോസിറ്റീവും നെഗറ്റീവുമായ രണ്ട് വശങ്ങളാണ് ആ ബില്ലിനുള്ളത്, പൊതുജനാരോഗ്യ ബില്ല് 2021. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. സർ, കാണുന്ന ഒരു പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ ഇങ്ങനൊരു ബില്ല് അനിവാര്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഈ സഭയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു കാരണം. ഇത്രയും കാലവും പല ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാൻ വരുമ്പോഴൊക്കെ സർക്കാരുകൾ താഴെ വീഴുന്ന ഒരു രീതി ഇതുവരെയും കണ്ടിട്ടുണ്ട്. ഇത്തവണ ഏതായാലും അത് സംഭവിച്ചില്ല. ആ ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. പിന്നെ നമുക്ക് ഇവിടെ പല രോഗങ്ങളും പിടിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഈ ആരോഗ്യ സംവിധാനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനെ ഈ ബില്ല് ഒരു പരിധിവരെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു വശം. അതെ. പിന്നെ ഇതിനകത്ത് കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി അനുസരിച്ച് നോക്കുകയാണെങ്കിലും ഇവിടുത്തെ ഒരു മാലിന്യ തോത് വർദ്ധിക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലും ഫുഡ് വിഷം കലരുന്ന അവസ്ഥ, അതിനൊക്കെ ഒരുപാട് ഫൈൻ ചുമത്തുന്ന രീതിയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിങ്ങിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. അതെ. പക്ഷേ എവിടെയാണ് നമുക്കിതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് കാണാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള ബില്ലുകൾ നടപ്പിലാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, പൊതുജനത്തെ ബാധിക്കുന്നത്? ഇതിപ്പം അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്, അവർക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ കിട്ടണം, അത് ഫ്രീ ആയിട്ട് കിട്ടണം. അതെ. അത് പെട്ടെന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് ചുരുങ്ങിയ ചിലവിൽ അത് നടക്കണമെന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പൊതുജനം ചിന്തിക്കുന്നത്. അതിവിടെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്ത് കാതലായിട്ടുള്ള വിഷയം. കാരണം ഇവിടെ ഏതാണ്ട് ഒരു 25 മുതൽ 30% വരെയും ആയുഷ് മേഖല ഇവിടെ, കാരണം ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റാണ്, ആരോഗ്യ മേഖലയും അല്ലെങ്കിൽ ആയുഷ് മേഖലയും എന്നാണ്. ആരോഗ്യ വകുപ്പും ആയുഷ് വകുപ്പും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആയുഷ് വിഭാഗത്തിനകത്ത് ഇപ്പം ആയുർവേദമുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, സിദ്ധ ഉണ്ട്, യുനാനി ഉണ്ട്, നാച്ചുറോപ്പതി ആൻഡ് യോഗ, ഇത്രയും കൂടി ചേരുന്നതാണ്. ഇത് തനതായിട്ട് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ മഹിമയൊക്കെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേരോടിയിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ബില്ല് അല്ലെങ്കിൽ ബില്ലിന് പ്രസക്തിയേ ഇല്ല. പക്ഷേ ഈ ബില്ലിൽ ഇതിനകത്ത് ഈ പറയുന്ന ആയുഷ് എന്നുള്ള ഒരു വാക്കില്ല, ഈ ആയുർവേദമെന്നോ ഹോമിയോപ്പതിയെന്നോ സിദ്ധ എന്നോ യുനാനി എന്നോ ഉള്ളൊരു വാക്കില്ല. ആകെയുള്ളത് യോഗയെ മാത്രമാണ്
ഒന്ന് ഉയർത്തി ഉയർത്തി പരാമർശിച്ച് ആകെ പരാമർശിച്ച യോഗ മാത്രമാണ്. മാത്രം. അപ്പം പിന്നെ മനഃപൂർവ്വം എന്തുകൊണ്ടോ അവർ ആയുഷിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആയുഷ് എന്ന വാക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട എന്ന് ആഗ്രഹിച്ചോ എന്ന് സംശയിക്കുന്നു. സാർ, ഒരു പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, അത് ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം. നമുക്ക് ഈ ആയുഷ് പോലുള്ള അല്ലെങ്കിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത്? ഇപ്പോൾ അലോപ്പതിയിൽ നമുക്ക് പലതിനും മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള, കീമോതെറാപ്പി പോലുള്ള അത്തരത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പോലും നമ്മൾ ഫലപ്രദമായി അലോപ്പതി ഉപയോഗിച്ച് വരുന്നുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഒരു പാരസെറ്റമോളോ ഡോളോ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മളൊന്ന് ഫ്രഷായി അങ്ങനെ പോകുന്നൊരു അവസ്ഥയാണല്ലോ നമുക്ക് നിലവിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ തിരക്കിട്ട ജീവിതം നയിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ആയുർവേദം ഒരു സയൻറ്റിഫിക്കലി പ്രൂവണായ ഒരു മെക്കാനിസമാണോ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പലരും ആ രീതിയിലുള്ള സംശയങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സംശയം തന്നെയാണ്. കാരണം ഇവിടെ ആരോഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു രോഗവും ഇല്ലാത്ത, നല്ല രീതിയിൽ ചിന്തിക്കുന്ന, കഴിവുള്ള, അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റുന്ന, എല്ലാ ദിവസവും പിന്നെ ബുദ്ധിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടും ഒക്കെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ഒരു സമൂഹമാണോ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് നമ്മൾ അവലോകനം ചെയ്യുമ്പോഴത്തേക്കാണ് യഥാർത്ഥ സ്ഥിതി എന്തെന്ന് മനസ്സിലാകുന്നത്. കാരണം നമ്മളിപ്പം ആരോഗ്യരംഗം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ഇപ്പം നിലവിൽ. അപ്പം ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ വലിയ ലാബുകൾ, വലിയ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ഫാർമസി കമ്പനികൾ. ഓരോ ഫാർമസികളും ഓരോ വർഷവും പുതിയ മരുന്നുകൾ ഇറക്കുന്നു. അത് വലിയ 1000 കോടിയുടെയൊക്കെ കോഴ കൊടുത്തിട്ട് ഈ മരുന്ന് കച്ചവടം നടത്താൻ വേണ്ടി ഡോക്ടർമാരെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഈ മരുന്ന് കൊടുത്തിട്ട്, മരുന്ന് കഴിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു ആരോഗ്യ മേഖല കൊഴുത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ ഇത്രയും കച്ചവടം നടത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ, അല്ലെങ്കിൽ ഇത്രയും ഹോസ്പിറ്റൽസ് ഉണ്ടാകുമ്പോൾ, ഇത്രയും ഡോക്ടർമാരുണ്ടാകുമ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യം വളരുകയാണോ അതോ തളരുകയാണോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി? തീർച്ചയായിട്ടും അതെ, എനിക്ക് തീർച്ചയായിട്ടുള്ള മറുപടി ആരോഗ്യ മേഖല അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതുജന ആരോഗ്യം താഴേക്ക് വന്നുകൊണ്ട് കണ്ടോ. ഇത് സ്വാഭാവികമായിട്ടും കണ്ടോ, ഇതിന് ഒരു മെഡിക്കൽ കോളേജിലും പോകണ്ട, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആകണ്ട, ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഈ കാര്യം, അതായത് ഇവിടെ ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, മരുന്ന് കച്ചവടം കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോഗ്യം തകരുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ്. അതെ, തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഹോസ്പിറ്റൽ വളരുമ്പോൾ രോഗികളില്ലാതെ ഹോസ്പിറ്റലിന് നിലനിൽപ്പില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ രോഗികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും, ഹോസ്പിറ്റൽസ് അതുപോലെ ഉയർന്നു പോകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എവിടെയോ എന്തോ ഒരു പിശക് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ആരോഗ്യമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ആരൊക്കെയോ കാശുണ്ടാക്കിക്കൊണ്ട് പോവുക മാത്രമാണ് എന്നുള്ള ഒരു സംശയം. ഇവിടെയാണ് ഈ ആയുർവേദത്തിൻ്റെയും നാച്ചുറോപ്പതിയുടെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഹോമിയോപ്പതി ഇപ്പോൾ ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിൽ ഉണ്ട്. WHO വെബ്സൈറ്റിൽ പോയി 100ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഉണ്ട്. ഈ ഹോമിയോപ്പതി കഴിച്ചിട്ട് ഇവിടെ ആരെങ്കിലും മരിച്ചതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹോമിയോപ്പതി മരുന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹോമിയോപ്പതി ഫാർമസികൾ അവരുടെ മരുന്ന് കച്ചവടം കൊഴിപ്പിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ബ്രൈബ് ചെയ്തതായിട്ട്, കോഴ കൊടുത്തതായിട്ടോ നമ്മളെങ്കിലും കേട്ടിട്ടില്ല. ആയുർവേദത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. നാച്ചുറോപ്പതി ഒട്ടുമേ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഏത് സിസ്റ്റമാണ് വരേണ്ടത്? അതെ, ആയുർവേദവും ഹോമിയോപ്പതി തുടങ്ങിയ ഇതിനെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഒരു സംസ്കാരം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചോദ്യം ചോദിച്ച ആൾ തന്നെ ഉത്തരവ് അല്ല. എൻ്റെ ചോദ്യം ഇത് സയന്റിഫിക്കലി നമുക്ക് എങ്ങനെ പ്രൂവൺ ആണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ ഇപ്പം സയൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് നാളെ സയൻസ് അല്ല. ഇതുവരെ നമ്മുടെ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ ഏതാണ്ട് 10ഓളം മരുന്നുകൾ
ഇവർ രോഗികളിൽ പരീക്ഷിച്ചിരുന്നു. WHO പറഞ്ഞിട്ട് തന്നെയാണ് റെംഡെസിവിർ, അല്ലെങ്കിൽ ആൻറ്റി മലേറിയൽ ഡ്രഗുകൾ, അല്ലെങ്കിൽ പ്ലാസ്മ തെറാപ്പി, ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ, ഇങ്ങനെ ഒരു 9ഓളം മരുന്നുകളാണ് ഇവിടെ നമ്മൾ പരീക്ഷിച്ചത്. ഇന്ന് ആ മരുന്നുകളൊന്നുമില്ല. അന്ന് ആ മരുന്ന് കഴിച്ച് മരണപ്പെട്ടു പോയവരുടെയൊക്കെ അവസ്ഥ എന്താ, അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? സയൻറ്റിഫിക്കായിട്ട് ആൾക്കാരെ കൊല്ലുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇതാണോ സയൻസ്? മനുഷ്യനെ മരുന്നുകൾ കൊടുത്തിട്ട് സയൻറ്റിഫിക്കായിട്ട് കൊല്ലുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. പല മരുന്നുകളും ഇപ്പം പിന്നെ മെറ്റ്ഫോമിൻ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരുപാട് റിസർച്ച് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം മെറ്റ്ഫോമിൻ അപ്പോൾ ഇനി കഴിക്കാവോ, കൊടുക്കാവോ? എന്നാൽ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്ന് ഏതാണ്ട് 8-10 വർഷത്തെ റിസർച്ച് റിപ്പോർട്ടിൽ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കഴിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് കൊടുക്കാൻ പാടില്ല എന്ന്. ഇതുപോലെ 100 കണക്കിന് മരുന്നുകളാണ് ഓരോ വർഷവും നിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സയൻറ്റിഫിക്കായിട്ട് കൊണ്ടുവരുന്ന മരുന്നുകൾക്ക് എന്താണ് പ്രസക്തി? ഓക്കെ, ശരിയാണോ? അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് എന്ന് പറയുന്നത് ഇവർ സയൻറ്റിഫിസിറ്റി ഈ അടുത്ത കാലത്ത് കഫ് സിറപ്പ് ഉണ്ടാക്കി വെച്ച ഒരു ദുരന്തം നമുക്ക് ആ ഹിസ്റ്ററിയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ആരെങ്കിലും കഫ് സിറപ്പ് കുടിക്കുമോ? ഇനി ആരെങ്കിലും ഡയബറ്റീസിൻ്റെ മെറ്റ്ഫോമിൻ എടുക്കുമോ? ഇനി ആരെങ്കിലും ഈ മലേറിയയുടെ മരുന്ന് കോവിഡിന് കഴിക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഇവർ സയൻറ്റിഫിസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക് എന്ന് പറയുന്ന സാധനമൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സാധനങ്ങളെ അല്ല എന്നുള്ളതാണ്. എന്നാൽ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ സയൻസ് എന്ന് പറയുന്നത് അവർ പറയുന്ന അതേ നാഴികക്കല്ലോടുകൂടി അല്ലെങ്കിൽ അതേ നാണയത്തിൽ അളക്കണം എന്ന് പറയുന്നതിലാണ് തെറ്റ്. അവർക്കുള്ള വിശ്വാസവും അവരുടെ സയൻറ്റിഫിസിറ്റി അല്ല ഹോമിയോപ്പതിയുടെയോ ആയുർവേദത്തിൻ്റെയോ സയൻറ്റിഫിസിറ്റി. അവർ രോഗിയെ കാണുന്ന രീതിയിലല്ല ഹോമിയോപ്പതി ആയുർവേദ രോഗിയെ കാണുന്നത്. അവർ കൊടുക്കുന്ന മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മരുന്നുകളോ അല്ല ഹോമിയോപ്പതി ആയുർവേദമോ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് അവരുടെ വഴി. ഇപ്പോൾ പാല് അളക്കുന്നത് നമ്മൾ ലിറ്ററിലാണെങ്കിൽ പഞ്ചസാര അളക്കുന്നത് നമ്മൾ ഗ്രാമിലാണ് അല്ലെങ്കിൽ കിലോഗ്രാമിലാണ് അല്ലേ? ഈ ഒരു വ്യത്യാസമുണ്ട്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അവിടെ സയൻറ്റിഫിസിറ്റിയുടെ മുഖം മൂടി അപ്പോഴേ അഴിഞ്ഞു വീഴുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതൊരു മാസ്ക് ആണ് എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അത് എന്നെക്കൊണ്ട് ഞാനല്ല പറയണ്ടേ, ഇത്രയും കേട്ടതിൽ നിന്ന് ഈ ജനം തന്നെ അത് തീരുമാനിക്കട്ടെ. ഞാനത് പറയുമ്പോഴത്തേക്ക് ഞാൻ ഹോമിയോപ്പതിയുടെ വക്താവാണെന്ന് പറയും, മനസ്സിലായില്ലേ? അതല്ല, ഞാൻ വസ്തുതകൾ പറഞ്ഞു. ഇനി പബ്ലിക് തീരുമാനിക്കണം. ചോദ്യകർത്താവ് തന്നെ അതിന് ഉത്തരം പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പല മരുന്നുകളുടെയും ഒരു അവസാനം ഡിസ്ക്രിപ്ഷൻസ് നമുക്കിപ്പോൾ ഗൂഗിൾ പോലുള്ള ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല, പ്രഗ്നൻസി ഉള്ള ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല, ലിവർ പ്രോബ്ലംസ് ഉള്ളവർ ഉപയോഗിക്കാൻ പാടില്ല, ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർ ഇതൊക്കെ പരിശോധിച്ചിട്ടോ ഡോക്ടർമാർ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടൊക്കെയാണോ ഈ മരുന്നുകൾ എഴുതുന്നത് എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. ഇല്ല, അവരൊക്കെ ഒരിക്കലും ഒരു രോഗിയുടെ അടുത്ത് പറയത്തില്ല ഈ കോഫ് സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാകുമെന്നോ, ഈ കോഫ് സിറപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BP കൂടുമെന്നോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്നോ ഒന്നും ഒരിക്കലും ഒരു ഡോക്ടർമാരും പറയില്ല. അവരതിൻ്റെ മെരിറ്റ് മാത്രമേ രോഗികളടുത്ത് പറയത്തുള്ളൂ, ഡീമെരിറ്റ്സ് ഒരിക്കലും പറയില്ല. അതാണ് പലപ്പോഴും ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്, ഗൂഗിളിൽ തപ്പിയെടുത്തിട്ട് ഇന്ന മരുന്ന് കഴിച്ചപ്പോൾ ഇന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്ന്. ഇപ്പം കോവിഡിൻ്റെ വാക്സിൻ തന്നെ എടുത്തിട്ട് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. 30-നും 60-നും ഇടയ്ക്കുള്ള ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഇത് ഏത് മനുഷ്യനാണ് മനസ്സിലാകാത്ത ഞാൻ വാക്സിൻ എടുത്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നു എന്നുള്ളത്? കാരണം വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവില്ല. വാക്സിൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഇത്രയും മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് ഇനി സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ അത് സർക്കാരുകൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുള്ളൂ എന്ന് പറയുന്നതേ തെറ്റാണ്, മനസ്സിലായില്ലേ? അല്ലാതെ തന്നെ ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ എടുക്കുന്നത് പിന്നെ എയർ മുകളിലോട്ട് പോകുമ്പോൾ ഇത് ഞാൻ വായുവാണ് ശ്വസിക്കുന്നത് എന്ന്, അത് ഓക്സിജനാണ് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുമല്ലേ. നമ്മൾ കണ്ടവൻ അവിടെ നിൽക്കട്ടെ, കേട്ടവൻ പറയട്ടെ എന്ന് പറയുന്ന പോലെ ആയി പോവില്ലേ? അതെ. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന അലോപ്പതി മെഡിസിൻസ് കംപ്ലീറ്റ് ഈ രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇത്തരം ബില്ലുകൾ പ്രധാനമായും പാസ്സാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പൊതുജനാരോഗ്യ ബില്ല്? അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അലോപ്പതി എന്ന് പറയുന്നത് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റമാണ്. ഏതാണ്ട് 4000 അലോപ്പതി ഡോക്ടർമാർ ഇവിടെ ഇറങ്ങുമ്പം വെറും 300 ഹോമിയോ ഡോക്ടർമാരാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ വെറും 1000 ആയുർവേദ ഡോക്ടർമാർ ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും അന്തരമുണ്ട്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലയുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആക്സസറി മെഷേഴ്സ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് കൂടെ വേണം.
അവരെ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ വേണം ഇവിടെയുള്ള ആയുഷ്യം കൂടി വളരാൻ. ഇത് രണ്ടും കൂടി ഒരേ ഒരു കുടക്കീഴിലുണ്ടെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശ്വാസം ചോയ്സുകളുണ്ടാവും. യെസ്, ചോയ്സ് മാത്രമല്ല, അവർക്ക് മരുന്നുകളുടെ അളവ് ഒരുപാട് കുറയും. ഇത് ഈ പറയുന്ന രീതിയിൽ ആരും വെന്റിലേറ്ററിലേക്ക് പോകേണ്ടി വരത്തില്ല. കാരണം ഇവിടെ ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ ഇപ്പോൾ ആദ്യം ഓടി ചെല്ലുന്നത് ഹോമിയോപ്പതിയോ ആയുർവേദത്തെയോ ആണ്. പക്ഷേ ഇപ്പോൾ ഈ ബില്ലിലെ ഒരു വ്യവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇനി ഒരിക്കലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഓടി ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം കരടിൽ പോലും ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നതാണ് ആയുഷ് വിഭാഗം. പക്ഷേ ബില്ലിനകത്ത് രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നുള്ള വ്യവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ അധികാരം കംപ്ലീറ്റ് കേന്ദ്രീകരിക്കുന്നത് ഈ പറയുന്ന അലോപ്പതി വിഭാഗത്തിനാണ്. ത്രൂ ഔട്ട് ഈ ബില്ലിൽ ഒരു 1ാമത്തെ പേജ് മുതൽ 69ാമത്തെ പേജ് വരെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവിടെ അധികാരം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർമാർക്കോ DMOമാർക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ മാത്രമാണ്. അതെന്തായാലും തിരുത്തപ്പെടേണ്ടതാണ്. സാർ, ഇതിങ്ങനെ ബില്ല് നടപ്പിൽ വരുമ്പോൾ നമ്മുടെ ഈ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയുർവേദ, ആയുഷ് അതുപോലുള്ള ഇതിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പ്രാക്ടീഷണേഴ്സിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നത്? ഇപ്പോൾ രോഗികളെ ബാധിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സാർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി ഇതുമായിട്ട് ഈ മരുന്നുമായിട്ട് മുന്നോട്ട് പോകുന്ന വൈദ്യന്മാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവരെ ഏത് രീതിയിലായിരിക്കും ഈ ഒരു ബില്ല് ബാധിക്കുക? അവർക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രയാസമൊന്നുമില്ല. പക്ഷേ ഈ ഇതിനകത്ത് ഹിഡനായിട്ട് കാണുന്ന ഒരു വസ്തുത, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പം, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, പല രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് WHO ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കും. WHO ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റി, അതിൻ്റെ ഏതാണ്ട് WHOയുടെ മെമ്പർ കൺട്രീസൊക്കെ ആയിട്ട് അവർ ഒരു ട്രീറ്റി, ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും ആ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളതാണ്. അവരപ്പോൾ ഒരു പ്രോട്ടോക്കോൾ, ഇപ്പം ഒരു ഇൻഫ്ലുവൻസ വരുന്നു, അല്ലെങ്കിൽ 5ാം പനി പല രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്നു. അപ്പോൾ പിന്നെ WHO ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുന്നു. അത് ഈ മെമ്പർ കൺട്രീസിനടുത്ത് പറഞ്ഞു, ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങൾ രോഗികളെ വീട്ടിലിരുത്തണം, അല്ലെങ്കിൽ രോഗികൾക്ക് ഇന്ന വാക്സിൻ കൊടുക്കണം, രോഗികൾക്ക് ഇന്ന രീതിയിൽ അവർ പെരുമാറാൻ വേണ്ടി, ഇന്ന രീതിയിൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി പറയണം എന്ന ഒരു പ്രോട്ടോക്കോൾ വന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ബാധ്യസ്ഥരാകും. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ബാധ്യസ്ഥരാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവിടെ ആയുഷിന് ഒരു രീതിയിൽ ഇടപെടാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ബില്ല് വിഭാവനം ചെയ്യുന്നത്. ശരി. അപ്പം അത് തീർച്ചയായിട്ടും ദൂരഭാഗ്യമായിട്ട്, കാരണം ഓരോ വർഷവും ഇതുപോലെ ഓരോ പാൻഡമിക് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ചിലപ്പോൾ വാക്സിൻ എടുക്കേണ്ടി വരും. അപ്പോൾ നാളെ മീസിൽസിന് വാക്സിൻ എടുക്കേണ്ടി വരും, ചിക്കൻ പോക്സിന് വാക്സിൻ എടുക്കേണ്ടി വരും, ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ എടുക്കേണ്ടി വരും, ഇൻഫ്ലുവൻസയ്ക്ക് വാക്സിൻ എടുക്കേണ്ടി വരും. കാരണം WHO പറയുന്നു എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ സ്വമേധയാ എല്ലാവരും പോയി എടുക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എടുപ്പിക്കാനും, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിപ്പിക്കാനും, അവിടുന്ന് അയാൾക്ക് സ്വമേധയാ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പോലും പറ്റില്ല. അവരുടെ ബന്ധുക്കൾക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈനാണ്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യനെ ഏത് രീതിയിലും കോർണർ ചെയ്യുന്ന ഒരു പാനിക്കാക്കിക്കൊണ്ട് വീണ്ടും കോവിഡ് കാലം എല്ലാ വർഷവും ആവർത്തിക്കുമെന്ന് പറയുന്നതായിരിക്കും ഉത്തമം. ഓക്കെ. അപ്പോൾ ഈ WHO എന്ന് പറയുന്ന സംഘടന ശരിക്കും ഈ പറയുന്ന അലോപ്പതി പോലുള്ള ഡിവിഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രോട്ടോക്കോൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണോ സാറിൻ്റെ? അതെ, അതാണല്ലോ കോവിഡ് കാലത്ത് നമ്മളിവിടെ കണ്ടതല്ലേ. എത്രയോ കമ്പനികൾ വാക്സിൻ കച്ചവടമായിട്ട് വന്നു, എത്രയോ കോടികൾ ഉണ്ടായിക്കൊണ്ട് പോയി. എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഈ ഇൻഫ്ലുവൻസയ്ക്കൊക്കെ USA എല്ലാ 6 മാസവും പുതിയ വാക്സിൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറസ് അതിനതിന് മ്യൂട്ടേറ്റ് ചെയ്ത് പുതിയ വകഭേദം വരുന്നു, പുതിയ ഇൻഫ്ലുവൻസ ഉണ്ടാകുന്നു. ഇതൊരു എപ്പോഴെങ്കിലും വൈറസിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇപ്പോൾ ഇവിടെയാണ് മറ്റ് ചികിത്സാശാസ്ത്രത്തിൻ്റെ പ്രസക്തി. അവർക്കൊക്കെ എന്ന് പറയുന്നത് 2-3 ദിവസം കൊണ്ട് രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യവും അതിനുള്ള മരുന്നുകളും അവരുടെ കയ്യിലുണ്ട്. അതിന് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ അതിന് വിടണ്ടേ?
അത് വിടാതെ അവരെ പിടിച്ചു വെച്ച് ഈ രീതിയിലുള്ള ചില പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമീപനം. അതാണ് ഇനി വരാൻ പോകുന്നത്. അത് ആ അധികാരം കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ അലോപ്പതി വിഭാഗത്തിലാണ്. അവിടെ ഒരു സമിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൽ സമിതിയുണ്ട്, ഡിസ്ട്രിക്റ്റിൽ സമിതിയുണ്ട്, പ്രാദേശിക തലത്തിൽ സമിതിയുണ്ട്. ഇവിടെ എല്ലാ ആയുർവേദക്കാരെയും ഹോമിയോപ്പതിക്കാരെയും യുനാനി സിദ്ധ അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ അതുപോലെ പിന്നെ അനിമൽ ഹസ്ബൻഡറിയുടെ ഒക്കെ ഡയറക്ടർമാരെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം വെറും അംഗങ്ങളാണ്. അവർക്ക് ആർക്കും അധികാരമില്ല. അധികാരമുള്ളത് ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി, ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസർ, അല്ലെങ്കിൽ പ്രാദേശിക പിന്നെ തലത്തിലുള്ള മെഡിക്കൽ ഓഫീസർ, അല്ലെങ്കിൽ ഡയറക്ടർ DMO, ഇവർക്കൊക്കെ മാത്രമേ അധികാരമുള്ളൂ. അവരൊക്കെ സെക്രട്ടറിമാരാണ്. അവർ പറയുന്നത് ബാക്കിയുള്ളവർ കേട്ടോണം. ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഇവരെല്ലാം അവിടെ സഭയിൽ പോയി ഇരിക്കാമെന്നല്ലാതെ ഇവർക്കാർക്കും ഒരു അധികാരവും ഇല്ലാത്ത. കാരണം ഇവിടെ സബ്ജക്ട് കമ്മിറ്റിയിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സിറ്റിങ്ങിൽ എല്ലാ പൊതുജനം ചെന്ന് പറഞ്ഞത് അധികാരം എങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുത്താൽ പറ്റത്തില്ല, എല്ലാ മേഖലയിൽ നിന്നുള്ളവരെയും ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? എല്ലാ മേഖലയിലുള്ളവരെയും അങ്ങ് ഉൾപ്പെടുത്തി. പക്ഷേ അവർക്കാർക്കും ഒപ്പിടാനോ വോട്ട് ചെയ്യാനോ ഇതിനെതിരെ പിന്നെ സംസാരിച്ചാൽ അതിന് വാല്യൂ വരുന്ന രീതിയിൽ ഒരു അധികാരം അവർക്കാർക്കും പറഞ്ഞു വെച്ചിട്ടില്ല. ഓക്കെ, ഇത് ഒരുതരം കണ്ണിൽ പിടിയിടല്ലേ സാർ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേണുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ? അതിന് CM-നെ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ബില്ല് വന്നതിന് ശേഷമല്ലേ നമ്മളിത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള നൂലാമാലകൾ ഇതിനകത്തുണ്ടെന്ന്. കരടിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷത്തുള്ള ഏതാണ്ട് 5ഓളം MLA-മാർ ഈ സബ്ജക്ട് കമ്മിറ്റിയിലുണ്ട്. അവർ 5 പേരും ഇതിന് ഡിസെൻഡിങ് നോട്ട് എഴുതി കൊടുത്തു. വളരെ കാതലായിട്ട് കൃത്യം ഈ ഡോക്ടർമാർ പോലും, ആയുഷ് മേഖലയിലുള്ള ഡോക്ടർമാർ പോലും കാണാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ ഈ 5 MLA-മാർ എഴുതി കൊടുത്തു. അത് ഡിസെൻഡിങ് നോട്ടായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് സിറ്റിംഗ്, അത് 4-5 ദിവസം മുമ്പാണ് ലാസ്റ്റ് സിറ്റിംഗ് ഉണ്ടായത്. അന്ന് ആ ഡിസെൻഡിങ് നോട്ട് എഴുതി കൊടുത്തു. ആ ഡിസെൻഡിങ് നോട്ടിലുള്ള 2 കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഒന്ന്, ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ഈ ഡിസെൻഡിങ് നോട്ടിൽ അവർ എഴുതി വെച്ചിരുന്നു. അത് അവർ സർക്കാർ അംഗീകരിച്ചു. പിന്നെ പറഞ്ഞത് ഈ അധികാരം ഒരു ശക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കും എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുക. അത് ഡിസെൻഡിങ് നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു മാറ്റം വന്നിട്ടില്ല. ബാക്കി ഏറെക്കുറെ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരെണ്ണം സാധിച്ചു. അവർ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഡിസെൻഡിങ് നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ മേജറായിട്ടുള്ളത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്. കാരണം ഞാൻ ചികിത്സിക്കുന്ന രോഗിക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പഠിച്ചത്? അതെ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു രോഗത്തിന് നാളെ മുതൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ചീറ്റിംഗ് അല്ലേ ഒരു തരം. അപ്പം അതിനേതായാലും മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഇപ്പം അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സാർ, നമ്മൾ നേരത്തെ പ്രോട്ടോക്കോളുകളെ കുറിച്ച് സംസാരിച്ചു. ഈ രീതിയിലുള്ള പ്രോട്ടോക്കോൾ ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന തരത്തിലാണെന്നും സാർ ഏറെക്കുറെ സൂചിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് 2020 മുതലുള്ള ഒരു കാലഘട്ടം, ഇപ്പോഴും അതിൻ്റെ ഇന്നും ഒരു അവലോകന യോഗമൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭീതി ഇതുവരെ ജനങ്ങൾക്കിടയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ WHO തന്നെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്നതാണ് മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, പ്രിക്കോഷൻസ് പരമാവധി നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക എന്ന് പറയുന്നത് തുടങ്ങിയ ഒരുപാട് പ്രോട്ടോകോൾസ്, ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് വരെ പോയി. ഇവിടെ ദിവസവും മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് കേസുകൾ രോഗികളുടെ എണ്ണത്തോടൊപ്പം തന്നെ പറയുന്നതാണ്, അവസാനം സൂചിപ്പിക്കുന്നതാണ് മാസ്ക് ധരിക്കാത്ത ഇത്ര കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തു, മറ്റ് പൊതുസ്ഥലത്ത് കൂട്ടം കൂടിയുന്നവർക്ക് ഇത്ര കേസ് രജിസ്റ്റർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളും ഇതിനോട് അനുബന്ധിച്ച് അവർക്കെതിരെ ഫൈൻ വിട്ടതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ പാൻഡമിക്കിനെ മറ്റൊരു നിർബന്ധിതമായി ചില പ്രോട്ടോക്കോൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം നിർമ്മാണം നടപ്പിലാക്കുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ജനങ്ങളെ എപ്പോൾ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇനി മുതൽ സംജാതമാണ്. അത് പണ്ടൊക്കെ പോലീസ് ഓഫീസർമാരായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഡോക്ടർമാർക്കും അത് ചെയ്യാൻ പറ്റുന്ന, അവരുടെ കയ്യിൽ വടി കൊടുത്തിരിക്കുക. DMO-മാർക്കും അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഓഫീസർമാർക്കും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിനും ഈ ആയുധം അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുക. അവർക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാം. ഒരു രോഗം സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എലി അവിടെ പെരുകുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പട്ടി പിന്നെ വാക്സിൻ എടുക്കാതെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ പൂച്ചയെ വാക്സിൻ എടുക്കുക. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കമ്പൽസറി വാക്സിനേഷനാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഈ വീടുകളിൽ വിത്തൗട്ട് പെർമിഷൻ കടന്നു കയറാം.
അപ്പോൾ ഇത് ഒരു തരം ബ്യൂറോക്രസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ അമിതമായിട്ടുള്ള അധികാരം ഈ ഒരു വിഭാഗത്തിന് കൊടുക്കുകയും അവർ ഏതൊക്കെ അപ്പോയിൻമെൻറ്റുകൾ പല മേഖലയിലുള്ള അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നതിന് ഈ DMOമാർക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് അധികാരം കൊടുത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലായി തീരുമെന്നുള്ളത് ഇനി കണ്ടറിയണം. അപ്പോൾ ഈ ബില്ല് നടപ്പിലാകുന്ന വളരെ ആശങ്കയോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം പിന്നെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുള്ള ഹിഡനായിട്ട് വെച്ചിരിക്കുന്ന ഇതൊന്നും ജനങ്ങൾക്കറിയത്തില്ല. ഇത് ഓരോന്നും നമ്മൾ വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ്, എങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങൾ പുറത്തു വരത്തുള്ളൂ. ഇപ്പോഴും പിന്നെ സർക്കാർ നമ്മളെ സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ ഈ ഹെൽത്ത് ബില്ല് വന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർമാർ ചിന്തിക്കുന്നുണ്ട്, പൊതുജനം ചിന്തിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇത് വരേണ്ടതാണെന്ന് തന്നെ നമ്മൾ പറയുന്നു, വന്നതും നന്നായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് അമെൻഡ്മെൻറ്റുകൾ ഇനി വരുത്തണം, എങ്കിൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകത്തുള്ളൂ. കാരണം ഈ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രമേ അർഹതയുള്ളൂ. ആയുർവേദത്തിനോ ഹോമിയോപ്പതിക്കോ സിദ്ധ യുനാനി അവരുടെ പ്രോട്ടോക്കോൾ ഉണ്ടാക്കാനോ അവർക്ക് ഇങ്ങനൊരു എപ്പിഡമിക് വരുമ്പം അവരുടെ മരുന്ന് കൊടുക്കാനായിട്ടുള്ള റൈറ്റ് അവർക്കില്ല. ഓക്കെ, കോവിഡ് കാലത്തെ പോലെ തന്നെ ഇനി ഈ കോവിഡ് കാലത്ത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോമിയോയിൽ മെഡിസിൻസ് കൊടുത്തിരുന്നതാണല്ലോ സാർ. അപ്പോൾ ഇനി അങ്ങനെ ആ പ്രതിരോധ മരുന്ന് കൊടുക്കാനായിട്ട് ഇനി ഈ പറയുന്ന ആയുഷ് വിഭാഗത്തിന് പറ്റില്ല. ഇനി ഇതുപോലെ ഒരു എപ്പിഡമിക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീച്ച് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതിയിൽ ഈ എപ്പിഡമിക് വരുമ്പോഴത്തേക്ക് ആക്ട് ചെയ്യുന്നൊരു ബോഡിയുണ്ട്. അവർക്കൊന്നും ഇനി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എപ്പിഡമിക് വരുമ്പോഴത്തേക്ക് അവർ പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്നതും പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സയും നിശ്ചയിക്കുന്നത് അലോപ്പതി വിഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർ പറയുകയാണ് നിങ്ങളാരും പിന്നെ ഞങ്ങളുടെ പ്രതിരോധം എടുക്കണം, ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം അത് കേട്ടേ പറ്റൂ. അല്ലാത്തവർ ശിക്ഷിക്കാൻ വേണ്ടി നിയമം വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ സാർ ഈ നമ്മൾ പ്രതിരോധ വാക്സിൻസ് എടുത്തതൊക്കെ പിന്നീട് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ 40-നും 60-നും മധ്യപ്രായമുള്ളവരുടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഏത് രീതിയിലാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു സിസ്റ്റം? ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ മരിച്ചവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം നടത്തണമായിരുന്നു. എവിടെയെങ്കിലും ഈ കൊഴിഞ്ഞു വീണ് മരിച്ചവരുടെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ? ഇവിടെ ഒരു പട്ടി ചത്ത് കിടന്നാൽ അപ്പോഴേ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സർക്കാരുകളാണ് ഇവിടെ ഉള്ളത്. ആ മിഷനറി ഇവിടെ എത്രയോ മനുഷ്യൻ കൊഴിഞ്ഞു വീണ് മരിച്ചിട്ട് എവിടെയെങ്കിലും കേസെടുത്തായിട്ടോ ഈ ആരെയെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തതായിട്ടോ വന്നിട്ടുണ്ടോ? കേട്ടിട്ടില്ലോ. എന്തുകൊണ്ട്? അപ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതല്ലേ. ഇവിടെ കോവിഡ് സമയത്ത് തന്നെ എത്രയോ ലക്ഷം ആൾക്കാർ ഇവിടെ മരിച്ചു. ആരെയെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്തോ? ഓക്കെ, ശരിയാണ്. ആരുടെയും പോസ്റ്റ്മോർട്ടം മരണകാരണം അവരുടെ സ്വാബ് പരിശോധിക്കുന്നു. അവരുടെ സ്വാബ് പരിശോധിച്ച് കഴിയുമ്പോൾ കോവിഡ് ആണെന്ന് കണ്ടാൽ അവൻ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് അടുപ്പിക്കത്തില്ല, 10 അടി താഴത്തിൽ കൊണ്ട് കുഴിച്ചിട്ടാനല്ലേ പറഞ്ഞേ. ഇതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ എന്താണ് മരണകാരണം? കാരണം ആദ്യത്തെ ഒരു വർഷം മരിച്ചത് മുഴുവൻ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് WHO പറഞ്ഞത് ഈ മരുന്നുകളൊന്നും ഇനി കൊടുക്കണ്ടെന്ന്. മലേറിയയുടെ മരുന്നാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചത്. ഒരുപാട് ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു നിപ്പ വൈറസ് പടർന്ന് പിടിച്ച സമയത്ത് കോഴിക്കോട് കൊടുത്തതും മലേറിയയുടെ മെഡിസിൻസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതെല്ലാം ട്രയലാണ്. ഇതിനൊന്നും ഒരു സയൻറ്റിഫിസിറ്റി അവർക്ക് വിഷയമല്ല. ഹോമിയോപ്പതിയോ ആയുർവേദമോ മരുന്ന് കൊടുക്കുമ്പോൾ മാത്രമാണ് സയൻറ്റിഫിസിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പം സയൻറ്റിഫിക്കായിട്ട് മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം ആർക്കാണ് ഇപ്പോൾ ഉള്ളത്? ഓക്കെ, സാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അലോപ്പതി മെഡിസിൻസ് ഭയങ്കര അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. അവരെ നമുക്ക് ആവശ്യമാണ്. അലോപ്പതി ഇല്ലാതെ ഇവിടെ നിലനിൽപ്പില്ല. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഗൈനക്കോളജി എമർജൻസി, ഒരു ആക്സിഡൻറ്റ് എമർജൻസി, അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ, ഒരു ലങ്സിൻ്റെ, ഒരു ബ്രെയിൻ്റെ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് സർജറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർജന്മാർ ആവശ്യമില്ലേ? എമർജൻസി മെഡിസിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കിവിടെ ആവശ്യമാണ്. അത് 100 രോഗികളെ റാൻഡം വേയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് എമർജൻസി ആവശ്യം വരുന്നത്? ഓക്കെ, 10-15 പേർക്കല്ലോ. ബാക്കി 85-90% ആൾക്കാർക്കും ഇവിടെ മറ്റ് വിഭാഗക്കാർക്ക് ചികിത്സയുണ്ട്. അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ഇത് നേരെ തിരിഞ്ഞാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായി. എമർജൻസി മെഡിസിന് പകരം ഇപ്പം എല്ലാം ഇവരിലേക്ക് എത്തിക്കുക, എല്ലാ മെഡിസിൻസും. സർ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പലപ്പോഴും തോന്നിയൊരു സംശയമാണ്, ഈ ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും ഒരു ലോങ് ടൈം യൂസിലൂടെ നമുക്ക് പലപ്പോഴും ഒരു നേരിയ ഫലം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ജനങ്ങളെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമല്ലേ. ഈ ഹോമിയോപ്പതിയുടെയും ആയുർവേദത്തിൻ്റെയും ഒക്കെ യൂസേജ്
എങ്ങനെ അവരെ നമുക്ക് പൊതുജനത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു ഡോളോ കഴിച്ചാലോ ഒരു പാരസിറ്റമോൾ കഴിച്ചാലോ എൻ്റെ പനി ഒരു അരമണിക്കൂറിനകത്ത് വിട്ടു മാറുമെങ്കിൽ ഞാൻ എപ്പോഴും അതിലേക്കല്ലേ സാർ പോവുള്ളൂ. അപ്പോൾ ഈ ലോങ് ടൈം നമ്മൾ യൂസേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. ഷോർട്ട് കട്ടുകൾ എപ്പോഴും നമുക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ്. കുറുക്ക് വഴികൾ എപ്പോഴും അപകടകമാണെന്ന് നമ്മൾ കൊച്ചിലെ മുതൽ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പം ഈ കുറുക്ക് വഴികളിൽ കൂടി നമ്മൾ രോഗങ്ങളെ ഇപ്പോൾ 10 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായിരിക്കുന്നു, അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് അധിക പ്രസംഗമല്ലേ? തീർച്ചയായിട്ടും ആയുർവേദം തന്നെ പറയുന്നത് എനിക്ക് അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ പകുതി ഒരു രോഗത്തിൻ്റെ ചോദ്യം ചോദിച്ച ആൾ തന്നെ ഉത്തരം പറയുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഹോമിയോപ്പതി ആണല്ലോ ആയുർവേദമാണെങ്കിലും മനുഷ്യനെ അറിഞ്ഞാണ് ചികിത്സിക്കുന്നത്. ഞാൻ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞു, അലോപ്പതി വിഭാഗത്തിന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പേര് 5.5 വർഷം പഠിച്ചു വരുന്നതാണ്. അവർക്ക് മനസ്സെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവരുടെ സിലബസിലില്ല. മനസ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ സൂപ്പർ സ്പെഷ്യാലിറ്റി അവർ ഈ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ പിന്നെ ഫിസിയോളജി, ഫോറൻസിക് മെഡിസിൻ, സോഷ്യൽ ആൻഡ് പ്രിവൻറ്റീവ് മെഡിസിൻ, ഗൈനക്കോളജി, ഒബ്സ്ട്രക്ഷൻ, ഇതൊക്കെയാണ് അവരുടെ സബ്ജക്റ്റുകൾ. ഫാർമക്കോളജി. ഇവിടെ ഒന്നും മനസ്സ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റും ഇല്ല. അപ്പോൾ ഈ മനസ്സ് പഠിക്കാതെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരാളുടെ ഇമോഷൻ, എനിക്ക് ദേഷ്യമുണ്ടോ, സങ്കടമുണ്ടോ, വിഷമമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ഇമോഷൻസ് എന്തെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഡോക്ടറല്ലേ? ആ ഡോക്ടർ ഈ ഇമോഷൻസിനെ കുറിച്ച് ഒരു അവബോധം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് വാ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഈ വിഭാഗത്തിനുള്ളത്. നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഈ 5.5 വർഷവും ഇവർ ഈ ഫിലോസഫിയും സൈക്കോളജിയും പഠിക്കുക. അവരുടെ സിലബസിൽ ത്രൂ ഔട്ട് ദ ഇയേഴ്സ് 4.5 വർഷവും സിലബസിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു അന്തരവ്. അപ്പോൾ മനസ്സ് പഠിക്കാതെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സ് പഠിക്കാതെ മനുഷ്യൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ അവരുടെ സിലബസിൽ അർജൻറ്റായിട്ട് മൈൻഡ് എന്ന് പറയുന്നത് കയറണം. ഇനിയെങ്കിലും അവരതിനെക്കുറിച്ച് പുനഃചിന്തനം ചെയ്യേണ്ടതാണ്. ഞാനിത് കഴിഞ്ഞ 2 വർഷം മുമ്പേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും അവർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതോ സായിപ്പ് ഉണ്ടാക്കി വെച്ച ഒരു സിലബസാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മനുഷ്യത്വം മരവിച്ച ഒരു പ്രകൃതം പലപ്പോഴും പലരിലും കാണുന്നുണ്ട്. എല്ലാവരിലും ഞാൻ പറയുന്നില്ല, പലരിലും കാണുന്നുണ്ട്. ഇത്രയും നേരം നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയും വളരെയധികം കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന മിഥ്യാധാരണകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ യഹിയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സാർ.